പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത് വെളിപാട് 3:20 തിരുവചനമാണ്. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്വരം കേട്ട് നാം ഹൃദയവാതിൽ തുറന്നു കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കും. ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടുന്നത് ദൈവത്തിൻ്റെ വചനം നാം സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ പലപ്പോഴും നാം ദൈവവചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാറില്ല. നാം ബുദ്ധിയിലാണ് വചനത്തെ സ്വീകരിക്കുന്നത്. ധാരാളം വചനം കേൾക്കുന്നവരാണ്. ആ വചനമെല്ലാം നാം സ്വീകരിക്കുന്നത് നമ്മുടെ ബുദ്ധിയിലാണ്. നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും പ്രതികാര ചിന്തയുടെയും സ്വാർത്ഥതയുടെയും എല്ലാം തിന്മകൾ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് വചനത്തിന് ഹൃദയത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നില്ല. അതിനാൽ ദൈവം തന്നെയായ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുവാനോ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാനോ കഴിയാതെ വരുന്നുണ്ട്. ആരെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത്? ഏശയ്യാ 66:2 വിശുദ്ധ കർത്താവ് അരുളി ചെയ്യുകയാണ്, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ അനുതാപവും എളിമയുമാണ് നമുക്ക് വേണ്ടത്. അഹങ്കാരികളെ ദൈവം എതിർക്കുകയാണ്, എളിമയുള്ളവരെ ഉയർത്തുകയുമാണ്, കൃപ കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. ജെറമിയ 4:14 കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളാണ് നീ ദുഷിച്ച ചിന്തകളും പേറി നടക്കുക? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ദുഷിച്ച ചിന്തകൾ മാറ്റുകണം. അതോടൊപ്പം തന്നെ ദുഷ്കൃത്യങ്ങളിൽ നാം മാറ്റിയെടുക്കണം. നമ്മിൽ ഈ മാലിന്യങ്ങൾ നിറഞ്ഞു നിന്നാൽ കർത്താവിൻ്റെ കോപം അഗ്നി പോലെ ജ്വലിക്കും എന്ന് തിരുവചനം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നത്? മാർക്കോസിൻ്റെ സുവിശേഷം 12:24 യേശു പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുകൾ പറ്റുന്നത്. വചനം നാം എളിമയോടെ ശ്രവിക്കുമ്പോൾ നമുക്ക് വിശുദ്ധി ലഭിക്കും. നമ്മുടെ ഹൃദയത്തിലെ പാപമാലിന്യങ്ങളെയെല്ലാം കഴുകിക്കളയാൻ വചനത്തിന് സാധിക്കും. യോഹന്നാൻ 15:3 യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. യാക്കോബ് 4:5 വിശുദ്ധ ഗ്രന്ഥം പറയുകയാണ്, നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെയാണ് അഭിലഷിക്കുന്നത് എന്ന്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെയാണ്. ആ ആത്മാവ് ദൈവത്തിനുള്ളതാണ്. പിശാചിനെ ചെറുത്തു നിൽക്കാൻ ആത്മാവിൻ്റെ വാളായ ദൈവത്തിൻ്റെ വചനമാണ് നാം സ്വീകരിക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.